മലയാളി CISF ഉദ്യോഗസ്ഥൻ ട്രെയിനിൽ നിന്ന് വീണു മരിച്ചു. ചേർത്തല സ്വദേശി റെന്നീസ് ആണ് മരിച്ചത്. രാജ്കോട്ട് എയർപോർട്ടിൽ ജോലി ചെയ്തിരുന്ന റെന്നീസ് നാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? വിജയകുമാർ, കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഗാന്ധിധാം തിരുനെൽവേലി ഹംസഫർ എക്സ്പ്രസിൽ നാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു റെന്നീസ്. 52 വയസ്സാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ചില സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി 10 മണിക്ക് ശേഷം എല്ലാവരും ഉറങ്ങാൻ കിടന്നതാണ്. പക്ഷെ പുലർച്ചെ മഡ്ഗാവ് എഴുന്നേറ്റ സമയത്താണ് സഹപ്രവർത്തകർ ആ ബർത്തിൽ റെന്നീസ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. B5 കോച്ചിലായിരുന്നു റെന്നീസ് ഉണ്ടായിരുന്നത്. പിന്നാലെ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. റെന്നീസിന്റെ മൊബൈൽ ഫോണും മറ്റുമൊക്കെ ഈ ബർത്തിൽ തന്നെ ഉണ്ടായിരുന്നതുമാണ്. രാവിലെ രാത്രി സമയത്ത് ശുചിമുറിയിലേക്ക് മറ്റും പോയതാവാം എന്നതായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ റെന്നീസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അന്വേഷണത്തൊടുവിൽ. അങ്ങനെയാണ് പോലീസിൽ പരാതി നൽകുന്നതും പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തത്. അങ്ങനെ കങ്കാവലിക്കും സിന്ധുദുർഗിനും ഇടയിലുള്ള ഒരു ഇടത്ത് നിന്ന് റെയിൽവേ ട്രാക്കിന് സമീപമായി റെന്നീസിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ സിന്ധുദുർഗിയിലെ സർക്കാർ ആശുപത്രിയിലാണ് മൃതദേഹം ഉള്ളത്. ബന്ധുക്കൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഈ സിന്ധുദുർഗിലേക്കുള്ള യാത്രാ മധ്യയാണ്. വിജയകുമാർ, അദ്ദേഹം രാജ്കോട്ട് എയർപോർട്ടിൽ ജോലി ചെയ്യുകയായിരുന്നു. നാട്ടിലേക്ക് ആലപ്പുഴയിലേക്ക് വരികയായിരുന്നു. അതിനിടെയാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.